നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മതവിദ്വേഷ പരാമർശത്തിൽ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ കണക്ക് തീർക്കാൻ പിണറായി ഇറങ്ങി. പി.സിയുടെ അറസ്റ്റ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഹൈക്കോടതി ജോർജിനെതിരെ അതിരൂക്ഷ പരാമർശങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ കീഴ്ക്കോടതിയിൽ നിന്ന് ജോർജിന് ദയ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതെല്ലാം ഗുണം ചെയ്യാൻ പോകുന്നത് പിണറായി വിജയനാണ്. കാരണം പിണറായി വിജയനെ തെരുവിൽ വെല്ലുവിളിച്ച ആളാണ് പി.സി. ജോർജ്. മകളെ കേന്ദ്ര ഏജൻസികളെ കൊണ്ട് പൂട്ടിക്കാൻ 18 അടവും പയറ്റി ജോർജും മകൻ ഷോൺ ജോർജും. എന്നാൽ ഇതിനെല്ലാം അപ്പുറം പിണറായിക്ക് പക കത്തുന്നത് ഫാരിസ് അബൂബക്കറെ പി.സി. ജോർജ് കയറി തോണ്ടിയതാണ്. ഫാരിസ് എന്ന പേര് പോലും പുറത്തു കേട്ടാൽ പിണറായി കിലുകില വിറയ്ക്കും. മുഖ്യമന്ത്രിയുടെ സമ്പത്ത് കാക്കുന്നത് ഫാരിസ് അബൂബക്കർ ആണെന്ന ആരോപണം ഉള്ളതാണ്. ഫാരിസിനെ സംരക്ഷിക്കേണ്ടത് പിണറായി വിജയന്റെ ഉത്തരവാദിത്തമാണ്. ആ ഫാരിസിന്റെ പേര് മാധ്യമങ്ങളിൽ വിളിച്ചുകൂവി BP കൂട്ടിയ പി.സിയെ അങ്ങനെ വെറുതെ വിടുമോ പിണറായി? തൂക്കി അകത്തിട്ട് പി.സിയെ തീർക്കാൻ പിണറായിക്ക് വീണ് കിട്ടിയ അവസരമാണ് ഹൈക്കോടതി ജോർജിന്റെ ജാമ്യം തള്ളിയത്. വ്യവസായി ഫാരിസ് അബൂബക്കറുടെ വീട്ടിലും ഓഫീസിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതിന് ശേഷമാണ് പി.സി. ജോർജും പിണറായി വിജയനും നേർക്കുനേർ എത്തിയത്. ഫാരിസിൽ നിന്നും ചില നിർണായക രേഖകൾ ലഭിച്ചതായി അന്ന് സൂചനയുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ അടപടലം ഇളക്കാൻ കഴിയുന്ന തെളിവുകളാണ് ലഭിച്ചതെന്ന് അക്കാലത്ത് പി.സി. ജോർജ് വെച്ചങ്ങലക്കി. മുൻപ് പി.സി. ജോർജ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ ചില തെളിവുകൾ ഡൽഹിയിൽ എത്തിയിരുന്നു. പ്രസ്തുത തെളിവുകളുടെ വിശദാംശങ്ങളാണ് ഫാരിസ് അബൂബക്കറുടെ വീട്ടിൽ നിന്നും ലഭിച്ചത് എന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. ഫാരിസിന്റെ വീട്ടിൽ കേന്ദ്ര അന്വേഷണം എത്തിയെന്നറിഞ്ഞതോടെ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൌസിൽ കൂട്ട നിലവിളി കേട്ടതായി ജോർജ് പരിഹസിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കാണെന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ അമേരിക്കയിലേക്ക് പറക്കുന്നത് എന്തിനാണ്? കേരളയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് വേണ്ടിയോ? രോഗത്തെക്കുറിച്ച് കള്ളം പറയുകയാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? പി.സി. ജോർജിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു ED. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം ആരംഭിച്ചിട്ട് കുറെ മാസങ്ങളായി. പ്രാഥമിക വിവരങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആദ്യം തേടിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഗുരുതര ആരോപണങ്ങളാണ് പി.സി. ജോർജ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് രാജാവായ ഫാരിസ് അബൂബക്കറാണ്. മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണുള്ളത്. ഇക്കാര്യങ്ങൾ താൻ പുറത്തു പറയുമെന്ന ഭീതിയിലാണ് തന്നെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തത് എന്നും പി.സി. ജോർജ് പരാമർശം നടത്തിയിരുന്നു. പീഡന പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയതിന് ശേഷമായിരുന്നു പി.സി. ജോർജിന്റെ ഈ പ്രതികരണം. ഇത്രയും കാലം ഫാരിസ് അബൂബക്കർ എന്ന പേര് ഞാൻ പലതവണ പറഞ്ഞിട്ടും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിലും ഫാരിസ് അബൂബക്കർ എന്ന റിയൽ എസ്റ്റേറ്റ് ഡോണാണ്. പിണറായി വിജയനും ഫാരിസ് അബൂബക്കറും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ മറുപുറമാണ് സ്വപ്ന സുരേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2012 മുതൽ കഴിഞ്ഞ 10 കൊല്ലമായി പിണറായി വിജയന്റെ എല്ലാ നിക്ഷേപങ്ങളെയും രാഷ്ട്രീയത്തെയും നീക്കങ്ങളെയും സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ഫാരിസാണ്. പി.സി. ജോർജിന്റെ ആരോപണങ്ങൾ ഇത്തരത്തിൽ നീണ്ടു. ഇതെല്ലാം പിണറായി വിജയന്റെ മൂട്ടിൽ തീ പിടിപ്പിക്കുന്നതായിരുന്നു. 2016 ഇത് ചെന്നൈ കേന്ദ്രീകരിച്ചായിരുന്നെങ്കിൽ ഇപ്പോഴത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ് എന്ന് പി.സി. ജോർജ് വലിയ ഒരു ബോംബ് പൊട്ടിച്ചു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ തുടരെയുള്ള അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചും അമേരിക്കൻ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിക്കണം. കേന്ദ്ര സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിന് മുൻകൈയെടുക്കണം. എക്സാലോജിക്കിൽ നിന്ന് പോയിരിക്കുന്ന ഭൂരിഭാഗം പണവും അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ പേരിലാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇത് ED അന്വേഷിക്കണം. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണ് പിണറായി വിജയൻ എന്ന നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നുവെന്ന് പൊതുമധ്യത്തിൽ പി.സി. ജോർജ് വിളിച്ചങ്ങു കൂകി. ഇപ്പോൾ അമേരിക്കയിലുള്ള ഫാരിസ് അബൂബക്കറിന്റെ നിക്ഷേപങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. കേരളയിൽ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണെന്ന് രാജ്യം മുഴുവൻ ആരോപിച്ചപ്പോഴും പിണറായിയോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോ നിഷേധിച്ചില്ല.
കേരയിൽ ഫാരിസ് അബൂബക്കറിന്റെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലാണെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു പി സി ജോർജ്. ദീപിക പത്രത്തിന്റെ മുൻകാല ഉടമസ്ഥനായിരുന്ന ഫാരിസ് അബൂബക്കർ നിലവിൽ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരനുമാണ്. MA ഫാരിസ് എന്ന ഫാരിസ് അബൂബക്കർ യഥാർത്ഥ പേര് മുണ്ടയിൽ അബൂബക്കർ ഫാരിസ് എന്നാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളെന്നാണ് ഫാരിസ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഫാരിസിന്റെ പിതാവ് മരിച്ചപ്പോൾ മുഖ്യമന്ത്രി 2 മണിക്കൂറാണ് അവിടെ പോയി ചെലവഴിച്ചത്. മറ്റൊരിടത്തും ഇത്രത്തോളം നേരം മുഖ്യമന്ത്രി നിന്ന ഒരു ചരിത്രമില്ല. ഇത്തരത്തിൽ പിണറായിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ജോർജിനെ അങ്ങനെ വെറുതെ വിടുമോ മുഖ്യമന്ത്രി? ഒരിക്കലുമില്ല. അതുകൊണ്ട് വീട് വളഞ്ഞു പൂട്ടി അകത്തിട്ടേക്കാനാണ് പോലീസിന് ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.